പ്രിൻറ്റു മഹാദേവൻ എന്ന് പറയുന്ന ആൾ ABVP എന്ന് പറയുന്ന, അതായത് BJPയുടെ സ്റ്റുഡൻസ് വിങ്, അതിൻ്റെ ABVPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ അയാൾ അധ്യാപകനാണെന്ന് പറയപ്പെടുന്നു. എന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരു അധ്യാപകൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ട് കാണുന്നു. ഏതായാലും അവരുടെ ഈ BJPയുടെ അധ്യാപക അവരുടെ ആ കൂട്ടായ്മയുടെ നേതാവും കൂടാണ് എന്നാണ് പറയുന്നത്. BJPയുടെ ഒരു വക്താവുമാണ്, BJP നേതാവാണ്. ഒരു ചാനൽ ചർച്ച നടന്നു, ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ. അത് ഈ ലഡാക്കിലെ ലഹളയെക്കുറിച്ചുള്ള ഒരു ചാനൽ ചർച്ചയായിരുന്നു. അതിനകത്ത് കത്തിക്കേറി പ്രിൻറ്റു മഹാദേവൻ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന്. Z+ കാറ്റഗറി ഉള്ള ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ. പണ്ടുള്ള രാഹുൽ ഗാന്ധി അല്ല ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി. അത് പ്രിൻറ്റു മഹാദേവൻ മറന്നുപോയി കാണും. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് Z+ കാറ്റഗറി ഉള്ള ആളാണ്. പിന്നെ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവായതുകൊണ്ട്, അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവായതുകൊണ്ടും, പിന്നെ ഇവിടുന്ന് വേണ്ട സപ്പോർട്ടൊക്കെ പ്രിൻറ്റു മഹാദേവന് കിട്ടുന്നതുകൊണ്ടും ആയിരിക്കാം പ്രിൻറ്റു മഹാദേവൻ ഇങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇയാളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ അയാൾ പോലീസിൻ്റെ മുന്നിൽ കീഴടങ്ങിയെന്ന് പറയുന്നത് കേട്ടോ. അപ്പം കലാപശ്രമം, ഇതുപോലെ വധഭീഷണി, ഇതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള വകുപ്പുകൾ ചേർത്ത്, BNSലെ വകുപ്പുകൾ ചേർത്ത് ഇയാളുടെ പേര് കേസെടുത്തു പോലീസ്. കേസെടുത്ത എപ്പോഴാണ്? ഒരു ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടായി. 2-3 ദിവസം കഴിഞ്ഞാൽ കേസെടുക്കുന്നത്. ഇത് പോലീസിന് അറിയാൻ വയ്യാത്തതോ റിപ്പോർട്ടില്ലാത്തതോ ഒന്നുമല്ല. അപ്പോൾ അവസാനം പിന്നെ ഇതൊരു പരാതി കൊടുത്തു, ഒരു കോൺഗ്രസ് പ്രവർത്തകന് ഒരു പരാതി കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ കേസെടുത്തേക്കുന്നത്. അതുപോലെ KC വേണുഗോപാലും ഇതിനെതിരെ പരാതിപ്പെട്ടിരുന്നു. അപ്പം എനിക്കൊരു സംശയം എന്ന് പറയുന്നത് എന്താ അറിയോ? അപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് കേന്ദ്ര യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നതും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഒരേ റാങ്കാണ്. പ്രോട്ടോക്കോളിൽ ഒരേ റാങ്കിൽ പെടും കേട്ടോ. ഒരേ പ്രോട്ടോക്കോളാണ്. ഈ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ റാങ്കാണ്, കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ റാങ്കാണ്. അപ്പോൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ബഹുമുഖ്യമന്ത്രിയും നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും യഥാർത്ഥത്തിൽ പ്രോട്ടോക്കോളിൽ ഈക്വലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിക്കണം. നമ്മുടെ ഇവിടുത്തെ ബഹുമുഖ്യമന്ത്രിയെ വെടിവെച്ച് കൊല്ലും എന്നൊരാൾ ഭീഷണിപ്പെടുത്തിയാൽ, പ്രസംഗിച്ചാൽ അതിന് കേസെടുക്കുകയോ ഇല്ലയോ? എപ്പം അവനകത്തായെന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ആ രീതിയല്ലേ? അതൊക്കെ നിങ്ങളെല്ലാവരും ആലോചിച്ച് നോക്കിയുള്ളൂ. ഞാൻ ഈ പറയുന്നതിൽ വല്ല വ്യത്യാസം ഉണ്ടോന്ന്. ബഹുമുഖ്യമന്ത്രിയെ വെടിവെച്ച് കൊല്ലും എന്ന് ഒരാൾ ഭീഷണിപ്പെടുത്തിയാൽ, എവിടെങ്കിലും ഇരുന്ന് വിളിച്ചു പറഞ്ഞാൽ, പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞാൽ അയാളുടെ പേര് കേസെടുക്കാതിരിക്കുമോ പോലീസ്? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനെ ഇതേപോലെ വെടിവെച്ച് കൊല്ലും, അതായത് നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന് പറഞ്ഞ് ഇനി ചിലപ്പോൾ വെടിയുണ്ട ഇങ്ങനെ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന കാര്യവും കാണാം, ചിലപ്പം പുഷ്പവൃഷ്ടി നടത്തുന്ന പോലെ കാണാം. അത് പറഞ്ഞാണോ എന്നൊക്കെ ഇനി പറയാൻ പറ്റിയേക്കും, ചിലപ്പോൾ എനിക്കറിയില്ല. ഏതായാലും അയാൾ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം. കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയ ആളിനെതിരെ കേസെടുക്കാൻ പോലും തയ്യാറായത് 2 ദിവസത്തിന് ശേഷമാണ്. പരാതിയൊക്കെ വന്ന് പിന്നെ വളരെ സമാധാനപൂർവ്വമൊക്കെ പോലീസ് കേസെടുത്തു. അത് കഴിഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അയാളെ വേറെ നിവൃത്തിയില്ല. കാരണം ഇത്രയും ഗുരുതര വകുപ്പുകൾ ഉള്ളപ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കാനും നിവൃത്തിയില്ല. അങ്ങനെ വന്നപ്പോൾ ഇനി പോലീസ് കാല് പിടിച്ച് കാണും പ്രിൻറ്റു മഹാദേവൻ്റെ അടുത്ത്, എങ്ങനെയെങ്കിലും ഒന്ന് കീഴടങ്ങണമെന്ന്. ഏതായാലും അയാൾ ഇന്ന് കീഴടങ്ങിയെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ഇതിന് മാത്രമല്ല, ഇത് കോൺഗ്രസ് ഇത് വളരെ ഒരു വലിയ പ്രശ്നമായിട്ട് എടുത്തു. നിയമസഭയിൽ ചർച്ച വന്നു. നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ചില മന്ത്രിമാരും ഒക്കെ പറഞ്ഞ അഭിപ്രായം ഞാൻ കേട്ടോ. ഒരു അനാവശ്യമായ സംഘർഷം ഉണ്ടാക്കുകയാണ്.
ഇതാണ് പ്രശ്നമെന്നാണ്. ഇതാണോ അനാവശ്യം? അതായത് പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മുഖ്യമന്ത്രിയെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറയുമോ? അതിന് നിങ്ങൾ സംഘർഷം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിയമസഭയിൽ അതിന് ബഹളം വന്നാൽ നിങ്ങൾ പറയുമോ ഇത് അനാവശ്യമായ സംഘർഷമാണെന്ന്? ഒരിക്കലും പറയത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ കാണുന്നത്. അക്രമമല്ല രാഷ്ട്രീയം. അതുപോലെ തന്നെ ഒരു എതിർഭാഗത്തുള്ള ഒരാളെ, എതിർചേരിയിലുള്ള ഒരാളെ, യഥാർത്ഥ എതിർചേരിയല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ ഈ CPM-ഉം. അങ്ങനെ ഉള്ളപ്പോൾ അതിൻ്റെ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. അതിൽ ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ പ്രതിപക്ഷ നേതാവുമാണ്. അങ്ങനെയുള്ള ഒരാളെ ഇത് പറയുമ്പോൾ അതിനെതിരെ കേസെടുക്കുന്നതിന് പകരം, അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇത് അനാവശ്യമായ സംഘർഷമാണ് എന്ന് പറയുന്നതാണോ നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ യോഗ്യത? അപ്പോൾ അത് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണാനിരിക്കരുത് ഈ ചെയ്യുന്നത്. ബാക്കിയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതുപോലുള്ള ഒരാളെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമാണോ? പിന്നെ രാഹുൽ ഗാന്ധിയുടെ പശ്ചാത്തലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് ആ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മ, അതായത് ഇന്ദിരാഗാന്ധി, ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു വലിയ സ്ഥാനം ഉണ്ടാക്കി കൊടുത്ത ഒരു മഹതിയാണ്, അതിന് സംശയമൊന്നുമില്ല. അവർക്ക് ആകെപ്പാടെ ഒരു തെറ്റ് പറ്റിയതെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം. അത് കഴിഞ്ഞിട്ടും വീണ്ടും ഒരു ഫ്ലൈയിങ് കളേഴ്സിലാണ് അവർ വന്നത് അധികാരത്തിൽ. അവസാനം അവരെ ഇതിൽ നിന്ന് മാറ്റാൻ വയ്യാതെ വരുന്നു. കാരണം അവരെ ഒരു കാരണവശാലും ജനങ്ങൾ അവരെ തിരസ്കരിക്കത്തില്ല എന്ന് കണ്ടു. കാരണം അത്രത്തോളമുള്ള ഒരു ഉരുക്ക് വനിത എന്ന് പറയണം. അപ്പോൾ ആ ഇന്ദിരാഗാന്ധിയെ അവസാനം ചെയ്ത് അത് കൊല്ലപ്പെടാനിടയായി. ഇന്ദിരാഗാന്ധി അവരുടെ തന്നെ സെക്യൂരിറ്റി ഗാർഡുകളാൽ അവർ വെടിവെച്ച് കൊല്ലപ്പെട്ടു. സത്വന്ത് സിംഗും ബിയാൻ സിംഗും ഒക്കെ ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ വെടിയേറ്റാണ് ഇന്ദിരാഗാന്ധി മരിക്കുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടാനുള്ള കാര്യം എന്താ? ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനാണ്. എന്തിനാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ? അതായത് സുവർണക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വലിയ ഭീഷണിയായിരുന്നു അവിടെ. അത്രത്തോളം വളരെ ഭീകരർ അവിടെ ഒളിച്ചിരുന്നുകൊണ്ട് അവിടെ വെടിക്കോപ്പുകളുമൊക്കെ കരുതി, ആയുധങ്ങൾ കരുതി ഒക്കെ ഇരുന്നു. അതൊരു വലിയ പ്രശ്നമായി, ഭീഷണിയായി. അങ്ങനെ നിവൃത്തിയില്ലാതെ ആണ് ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തേണ്ടതായിട്ട് വന്നത്. അതേ തുടർന്ന് സിഖ് കലാപവും അത് ഒക്കെ പിന്നെ യഥാർത്ഥത്തിൽ അതവിടെ നിന്നു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയാം സംഭവിച്ചു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ന്യായമായിട്ട് ഒരുപാട് പ്രവർത്തകർ, അത് യഥാർത്ഥത്തിൽ അത് കോൺഗ്രസ്സുകാരൊന്നുമല്ല, ഇന്ത്യയിലെ ആബാലവൃദ്ധൻ ജനങ്ങൾ അതിനകത്ത് ദുഃഖിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തതാണ്. പാർട്ടി ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സിഖുകാർ ഒരുപാട് പേര്, അതിൽ ഒരു കലാപം തന്നെ ഉണ്ടായിട്ട് സിഖുകാർക്ക് ഒരുപാട് പേര് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ വ്യാപാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബിസിനസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായി. അതങ്ങ് കഴിഞ്ഞു. അങ്ങനെ ഒരു ചാപ്റ്റർ തീർന്നുപോയി. ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ അധികാരത്തിൽ വന്നത് രാജീവ് ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ പിതാവ്. രാജീവ് ഗാന്ധി അധികാരത്തിൽ ഏറി. അത് കഴിഞ്ഞതിന് ശേഷമാണ് രാജീവ് ഗാന്ധി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശ്രീലങ്കയിലെ ഉള്ള ആ പ്രശ്നത്തിൽ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മിലിറ്ററി അയക്കേണ്ടതായിട്ട് വന്നു. അവിടെ മിലിറ്ററി എന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കും. അത് മിലിറ്ററി എവിടെ പോയാലും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് യഥാർത്ഥ ആവശ്യമില്ലാത്ത ഒരു നടപടിയായി എന്ന് വേണം പറയാൻ. പക്ഷേ അതിൽ വളരെ ഒരു വലിയ വൈരാഗ്യം ഈ രാജീവ് ഗാന്ധിക്കെതിരെ ഉണ്ടായി. അവിടുന്ന് ഒരു നല്ല ഭാഗത്തുനിന്നുണ്ടായി. നല്ലൊരു വിഭാഗത്തിൻ്റെ, സിംഹളരുടെ അല്ല, ബാക്കി ഉള്ള നമ്മുടെ ശ്രീലങ്കൻ തമിഴരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ആസൂത്രണമായ ഒരു ഗൂഢാലോചനയിലൂടെയാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത്. നമ്മൾ കണ്ടതാണ് അല്ലേ, എല്ലാവരും അറിയാം. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും പീസസ് ആയിപ്പോയി, ചെറിയ ചെറിയ കഷ്ണങ്ങളായി തെറിച്ചുപോയി. ബോംബ സ്ഫോടനത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും.
അങ്ങനെയുള്ള ഇത്രയും പശ്ചാത്തലമുള്ള ഒരാളെ ഇത് ഇത്രയും ബുദ്ധിമുട്ട് ഇവർക്കുള്ളത് കൊണ്ടാണല്ലോ അത് ആ കുടുംബത്തിലെ യഥാർത്ഥത്തിൽ അവരെല്ലാം ഈ ചാവേറുകളായിട്ട് മാറുകയാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് ഈ Z+ കാറ്റഗറി ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും വളരെ വലിയ ഒരു സന്നാഹം അവർക്ക് വേണ്ടി അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന രാജ്യത്ത് അവരെ ഒരാൾ ഇതുപോലെ വെടിവെച്ച് കൊല്ലും എന്നുള്ള ഭീഷണി, അതായത് നെഞ്ചത്ത് വെടിയുണ്ട വധിക്കും എന്നുള്ളൊരു ഭീഷണി പുറപ്പെടുവിച്ചാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമായിട്ട് കാണരുത്. അത് അവസാനം അതിന് എന്തുമാത്രം പ്രക്ഷോഭം കോൺഗ്രസ് നടത്തുന്നുണ്ടായിട്ട് വന്നു. കോൺഗ്രസ് ബ്ലോക്കായിട്ട് കോൺഗ്രസ്സുകാർ അതിനെതിരെ പ്രതികരിച്ചു. കാരണം ഇതിലെ നടപടിയെടുക്കാത്തതിനെതിരെ പ്രതികരിച്ചു. അപ്പോൾ നിയമസഭയിൽ ഇത് കൊണ്ടുവന്നു. അതാ ഞാൻ പറഞ്ഞേ, അന്നേരമൊക്കെ ഇതിനെ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് കാണാനാണ് നമ്മുടെ പല നേതാക്കളും, അതായത് കോൺഗ്രസിൻ്റെ അല്ലാത്ത നേതാക്കളും മുന്നോട്ട് വന്നത്. ഏതായാലും അതൊരു ശരിയായ നടപടിയല്ല. രാഹുൽ ഗാന്ധി ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് കൊണ്ടുവരുന്ന ആളാണ്. ഇപ്പോൾ അതായത് കള്ളവോട്ട് അത് ഉണ്ടായി, വോട്ട് മോഷണം ഒക്കെ അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവന്നു. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ന്യായമായിട്ടും അദ്ദേഹത്തിൻ്റെ എതിരെ വിരോധം വരും ആ പാർട്ടിക്ക്, സംശയമൊന്നും വേണ്ട. ആ വിരോധം, പക്ഷേ ആ വിരോധം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിരോധമായിരിക്കണം, രാഷ്ട്രീയം മാത്രം. അല്ലാതെ ഒരാളുടെ പേഴ്സണലായിട്ട് അയാളെ കൊല്ലും എന്ന് പറയുന്ന വിരോധം ഇവിടെ ആർക്കും കാണും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അങ്ങനെ ആ രീതി വരെ പോയി ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ അയാളെ ഇവിടുത്തെ BJP സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ഈ പ്രിന്റു മഹാദേവനെ തള്ളിപ്പറഞ്ഞതായിട്ട് കാണുന്നു. ഏതായാലും അയാളുടെ പേരിൽ യഥാർത്ഥത്തിൽ ശരിയായ നടപടി വേണം. ഇതുപോലെ എന്തും പുലമ്പാനുള്ളതല്ല ഇവരൊക്കെ എന്ന് മനസ്സിലാക്കണം.